നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയും ആവർത്തിച്ച് വ്യക്തമായ കാര്യമുണ്ട്. ഈ പദവി, അതായത് ഉപനേതാവ് എന്നൊരു പദവി, അതൊരു ഭരണഘടനാ പദവി എന്നല്ല, ഒരു ഫിക്ഷണൽ പോസ്റ്റിന് ആർന്ന് നോക്കുകയാണെങ്കിൽ ആ ഫിക്ഷണൽ ഇത് തീർച്ചയായിട്ടും CPIക്ക് ലഭിക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ MN സ്മാരകത്തിൽ നിന്ന്, ഗോവിന്ദ നായർ സ്മാരകത്തിൽ നിന്ന് വിനോദ് വിശ്വം അവരുടെ പാർട്ടി പ്രവർത്തകർ, അദ്ദേഹത്തിന് അവിടെയും വിമർശനം നേരിടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്വന്തം പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിന് അതാണ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് അവിടെയും വലിയ വിമർശനം നേരിടുന്നുണ്ട്. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷം ഈ ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു. അവർ CPM-നെ പിണറായി വിജയൻ്റെ നേതൃത്വത്തെ പിന്തുണച്ചതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് വെളിയമ്പാർക്കനും C കേന്ദ്രപ്പനും ഒരു ട്രഡീഷൻ അല്ല ബിനോയ് വിശ്വനും അല്ലെങ്കിൽ കാനഡ എന്നൊരു ഘട്ടശേഷം നമ്മൾ കാണുന്നത്. അത് പരിപൂർണമായി പിണറായി വിജയൻ്റെ ഭരണ സംവിധാനത്തെ അകപഴിച്ച് പിന്തുണച്ചൊരു ഘട്ടം തന്നെയാണ്. എങ്കിലും ചില ധാർമ്മിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് CPI എവിടെയൊക്കെ ഒരു പൂർവ്വ വൈരുദ്ധ്യപരത നിലനിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ CPM-നെ എവിടെയൊക്കെ തന്നെ ദുർബലപ്പെടുത്താൻ പറ്റുന്ന ആ കാര്യങ്ങൾ CPI ചെയ്യാറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയനെയും CPM-നെയും മനസ്സിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദാഹരണത്തിന് കേരളം ഇന്ന് UDF-നെ പ്രതിരോധിക്കുന്ന, കേരളത്തിലെ ഇന്ന് UDF-ഉം LDF-ഉം ഒരുപക്ഷെ മറ്റ് സംഘടനകളൊക്കെ തന്നെ UDF-നെ പ്രതിരോധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് PM ശ്രീയുടെ ഒപ്പുവെക്കലെ ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ ജനാധിപത്യ ചർച്ചയിൽ വലിയ മാറ്റം കൊണ്ടുവന്നതാണ് CPI. ആ കാലത്ത് CPI അറിയാതെ രഹസ്യമായി പോയി ശിവൻകുട്ടിയുടെ സെക്രട്ടറി, ശിവൻകുട്ടിയുടെയും പിണറായി വിജയൻ നിർദ്ദേശപ്രകാരം ഒപ്പിട്ടതാണ് PM ശ്രീ. നമുക്കറിയാം, അദ്ദേഹം പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഈ വിഷയത്തെ ഗൗരവമായി ഉയർത്തിക്കൊണ്ടുവരികയും CPM-ന് കേരളത്തിൽ തിരുത്തൽ വരുത്താൻ നിർബന്ധമായും, അതായത് പിണറായി വിജയൻ അങ്ങനെ തിരുത്തുന്ന ആളല്ല, പിണറായി വിജയൻ തിരുത്താൻ നിർബന്ധനാവുകയും മാത്രമല്ല കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന UDF-ൻ്റെ ആരോപണമായിട്ടുള്ള ഈ ഡീല്, ഇതിനകത്ത് പാലം തുടങ്ങിയ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാറിയാലോ, ഈ ഡീല് പരസ്യമാവുകയും അത് CPM-നും പിണറായി വിജയനെയും ഘോരമായി തന്നെ ക്ഷീണിപ്പിച്ച കാര്യമാണ്. യഥാർത്ഥത്തിൽ CPI ജനാധിപത്യ സംവിധാനത്തിൽ ചെറിയൊരു ഒരുപക്ഷെ UDF-ൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലിയ സംഭാവനയും LDF-ൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വലിയ ഒരു തെറ്റായ പ്രവണതയായിരുന്നു. കാര്യം CPIയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ ഒരു അവസാനത്തെ കുറിക്കുന്നൊരു സംഭവമായിരുന്നു അത്. അത് വലിയൊരു ക്ഷീണിപ്പിച്ചാണ്. പിണറായി വിജയനെ തന്നെ വ്യക്തിപരമായി ക്ഷീണിപ്പിച്ച കാര്യം, പിണറായി വിജയനും മൂടിയേറ്റ ഡീൽ അതുവരെ UDF-ൻ്റെ ആരോപണം മാത്രം. ഇത് അതിൻ്റെ ഒരു പ്രധാന ഘടകകക്ഷി ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വന്ന് അതിനെ സ്ഥിരീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇത് ചില്ലറ എല്ലാത്തിനും ക്ഷണിച്ചു. പക്ഷേ ഇത് പുറത്ത് പറയാൻ പറ്റില്ല. കാര്യം ഇത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം അത് പറയുന്നതനുസരിച്ച് ആ CPIയുടെ ഭാഗത്തിന് സ്ഥിരീകരണം കൊടുക്കുകയാണെങ്കിലും അതിനകത്ത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടാറില്ല. പിണറായി ശരിയും കേരളത്തിൽ പരസ്യമായി തിരുത്തപ്പെട്ട ആദ്യത്തെ സംഭവമാണത്. പരസ്യമായി തിരുത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഉണ്ടാക്കിയ ക്ഷീണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-നെ സംബന്ധിച്ചിടത്തോളം, പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാനാവാത്തൊരു തരുത്താണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിലേക്ക് ഒരു ഘടകം തന്നെയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന കാര്യം CPIക്ക് ഒരു നേട്ടമുണ്ടായി. ഈ CPM ഇതിന് ശേഷം ഇലക്ഷന് ശേഷം CPM സീറ്റുകളുടെ എണ്ണം കുറവാണ്. CPM ക്ഷീണിച്ച പോലെ CPI ക്ഷീണിച്ചില്ല. കാര്യം അവരുടെ ചില കോട്ടകളൊക്കെ നിലത്താൻ സാധിച്ചു. CPM വളരെ പരാജയം എന്ന് പറഞ്ഞാൽ പ്രഹരം CPI-ന് നേരെയായിരുന്നു. കാര്യം CPIക്ക് നേരെയല്ല CPIയുടെ വരുന്നത്. വാസ്തവത്തിൽ അതൊരു ചെറിയൊരു ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. CPI നല്ലോണം പ്രഹരം ഏറ്റിട്ടുണ്ട്. പക്ഷേ CPM-നെ അതുകൊണ്ട് CPM-നെ പിടിച്ചു വാങ്ങാവുന്ന കാര്യങ്ങൾ പിടിച്ചു വാങ്ങാൻ ഏറ്റവും നല്ല സന്ദർഭമായി കാണുക മാത്രമല്ല, CPIക്കകത്ത് വലിയ വിമർശനങ്ങൾ ബിനോയ് വിശ്വത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ കാലത്ത് മന്ത്രിമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം നേരത്തെ നിഷാദ് ശരിയായി സൂചിപ്പിച്ചതും സുനിൽകുമാർ, K രാജനല്ല കേട്ടോ, സുനിൽകുമാർ ആവർത്തിച്ച് ഉന്നയിച്ച കാര്യമാണ് തൃശ്ശൂരെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യം. ഈ കാര്യത്തിലൊക്കെ അതിനെ വേണ്ട പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതും അത് ക്യാബിനറ്റിൽ വിഷയം ഉയർത്താൻ ആ മന്ത്രിമാർക്ക് GRL-ലാണ് K രാജനൊന്നും സാധിച്ചില്ല, പരമദയനീയമായിരുന്നുള്ള വിമർശനം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ തന്നെ ഒരു പോലുള്ള മൊഴി K രാജൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ക്യാബിനറ്റിലെ രണ്ടാമത്തെ മന്ത്രി ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണത്തിൽ മൊഴി കൊടുത്തതൊന്നും സംഭവിച്ചില്ല. അല്ല, അത് ശരിയാണ്, ഒന്നും സംഭവിച്ചില്ല. കാര്യം മൊഴി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം CPIയുടെ നിലപാടാണല്ലോ. അതിനൊക്കെ നമുക്ക് ആവർത്തിക്കാണ്. സുനിൽകുമാർ നമുക്ക് ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തൃശ്ശൂർ നമുക്കറിയാം, അദ്ദേഹം MBA മത്സരിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നല്ലോ ഈ സംഭവം ഉണ്ടായത്.